നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെക്കന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും കരാറിന്റെ ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കാൻ കഴിയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തന്റെ സമാധാന പദ്ധതി പ്രകാരം ഗാസയിൽ ഹമാസ് അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുത്തില്ല എങ്കിൽ പൂർണ്ണമായ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. ഹമാസിന് അനുവദിച്ച സമയപരിധി ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി അവസാനിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഹമാസും ഇസ്രായേലും അമേരിക്ക, അറബ് മുസ്ലിം രാജ്യങ്ങളും ഉൾപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിൽ ദീർഘകാലമായി ആഗ്രഹിച്ച സമാധാനം കൈവരിക്കാനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ നടക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഇസ്രായേൽ സൈന്യം സൈനിക നടപടികൾ നിർത്തിവെച്ചിട്ടും ഹമാസ് ആക്രമണം തുടരുകയാണ് എന്ന് IDF. ഹമാസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഭീകര കേന്ദ്രങ്ങളിൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായും IDF അറിയിച്ചു. ഗാസ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന IDF സേനയ്ക്കെതിരെ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ശനിയാഴ്ച ഗാസ സിറ്റിയിൽ IDF ആക്രമണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സൈന്യം ഗാസ സിറ്റിയിൽ തുടരുമെന്നും IDF അറിയിച്ചിരുന്നു. IDF ആക്രമണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതോടെ ഹമാസ് സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും സേനയ്ക്കെതിരെ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന തീവ്രവാദ സെല്ലിനെ ആക്രമിച്ചില്ലാതാക്കിയതായും IDF അറിയിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഉപയോഗിച്ചിരുന്ന കെട്ടിടം കണ്ടെത്തി നശിപ്പിച്ചതായും സേനയ്ക്ക് നേരെ മോർട്ടാർ ആക്രമണം നടത്തിയ ഭീകരരെ വധിച്ചതായും സൈന്യം സ്ഥിരീകരിച്ചു. ഗാസ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനാണ് മുൻഗണനയെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചുവെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഏകോപിപ്പിക്കുന്നതിനായി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും തയ്യാറാക്കേണ്ടതുണ്ട്. ബന്ദികളുടെ മോചനം ഏകോപിപ്പിക്കുന്നതിനുള്ള നിലവിലെ സാങ്കേതിക ചർച്ചകളെ ഹമാസ് ഗൗരവമായി എടുക്കുന്നുണ്ടോ എന്ന് US നിരീക്ഷിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഹമാസ് മുൻനിരയിലില്ലാത്ത പാലസ്തീൻ നേതൃത്വത്തെ എങ്ങനെ സൃഷ്ടിക്കും? തുരങ്കങ്ങൾ നിർമ്മിക്കാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുവാനും പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ സംഘങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നിരായുധീകരിക്കുന്നത്? അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പക്ഷേ നിർണായകമാണെന്നും റൂബിയോ പറഞ്ഞു. കുടിയേറ്റ നിയമ നടപടികളെ തുടർന്ന് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വളർന്നു വരുന്ന പ്രതിഷേധങ്ങൾക്കിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 400 ടെക്സസ് നാഷണൽ ഗാർഡ് അംഗങ്ങളെ ഇല്ലിനോയ്സ്, ഒറിഗൺ എന്നിവിടങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നിയോഗിക്കാൻ ഉത്തരവിട്ടു. ഫെഡറൽ കുടിയേറ്റ റെയ്ഡുകൾക്കെതിരെ ആഴ്ചകളായി ഡെമോക്രാറ്റിക് ഭരണം നടത്തുന്ന നഗരങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇല്ലിനോയ്സ് ഗവർണർ ഇന്നലെ ട്രംപിന്റെ നടപടി ട്രംപിന്റെ അധിനിവേശം എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു. ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമ നടപടികൾ ശക്തമാക്കിയതോടെയാണ് പുതിയ നീക്കങ്ങൾ. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പോലീസ് കണ്ണീർവാതകം, റബ്ബർ ബുള്ളറ്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. മാഞ്ചസ്റ്ററിൽ സിനഗോഗിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകെയുണ്ടായ പ്രതിഷേധ സമരങ്ങൾ അക്രമാസക്തമായി. ഇതിനോടകം 500-ലേറെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്നും ഇതിനുള്ള നിയമനിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്നും ഹോം സെക്രട്ടറി ഷബാന മഹമ്മൂദ് വ്യക്തമാക്കി. കൂടുതൽ സാമൂഹിക അരക്ഷിതത്വങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മാർച്ചുകൾക്ക് തൽക്കാലം അനുമതി നൽകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ സമാധാനപരമായി ജീവിക്കുവാനും ആളുകൾക്ക് അവകാശമുണ്ട്. ഇത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും ഹോം സെക്രട്ടറി വിശദീകരിച്ചു. രാജ്യത്ത് 400ഓളം സിനഗോഗുകൾക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ലണ്ടനിൽ ഉൾപ്പെടെ പാലസ്തീൻ വിരുദ്ധ പ്രതിഷേധക്കാർ നടത്തിയ പ്രകടനങ്ങളാണ് പലയിടത്തും അക്രമത്തിന് ഇടയാക്കിയത്. ഫ്രാൻസിലെ ലാ ചാട്രയിലെ ചരിത്രപ്രസിദ്ധമായ ദേവാലയത്തിന് നേരെ നടന്നത് ആസൂത്രിത ആക്രമണമെന്ന് സ്ഥിരീകരണം. 3 തീപിടുത്ത സ്രോതസ്സുകളിൽ നിന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമാണ് തീപിടുത്തം ഉണ്ടായതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് ഫ്രാൻസ്.
തീപിടുത്തത്തിൽ ദേവാലയത്തിന് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരുന്നു. സെപ്റ്റംബർ 29 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്രിമിനൽ അന്വേഷണം ഇപ്പോഴും നടക്കുന്നതിനാൽ മറ്റ് വിശദാംശങ്ങൾ അന്വേഷകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. തീപിടുത്തത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുന്നതുവരെ ദേവാലയം അടച്ചിടുമെന്നും അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 ആദ്യ പകുതിയിൽ മാത്രം 401 ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഫ്രാൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് 13% വർധനവാണിത്. ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന നിരവധി ദേവാലയങ്ങളാണ് ഫ്രാൻസിലുടനീളം അഗ്നിക്കിരയാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുമേൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം ഇനി പ്രസക്തമല്ലെന്ന് ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ പറഞ്ഞു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ഇറാന്റെ സഹകരണത്തിന് കെയ്റോ കരാർ ഇനി പ്രസക്തമല്ല എന്നായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി UN ഏജൻസിയുമായുള്ള സെപ്റ്റംബറിലെ കരാറിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുമേൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനെ പിന്തുണച്ച യൂറോപ്യൻ ശക്തികളുമായുള്ള ഭാവിയിലെ ചർച്ചകളിൽ കുറഞ്ഞ പങ്കാളിത്തമാവും ഉണ്ടാവുകയെന്നും ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ പറയുന്നു. അമേരിക്കയുമായുള്ള ഏതൊരു വ്യാപാര കരാറും ഒരു പരിധിക്കപ്പുറം ഇന്ത്യ അംഗീകരിക്കില്ല എന്നും ചില മേഖലകളിലെ കാര്യങ്ങളിൽ US-ഉമായുള്ള ചർച്ചയ്ക്ക് പോലും ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നും സൂചനകൾ നൽകി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചുവപ്പ് രേഖ US മാനിക്കേണ്ടതുണ്ടെന്നും അത് മറികടന്നുള്ള ഒരു ചർച്ചയും സാധ്യമല്ല എന്നും ജയശങ്കർ വ്യക്തമാക്കി. വ്യാപാര ചർച്ചയിൽ മികച്ച ഒരു തീരുമാനത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ പ്രശ്നങ്ങളുണ്ടെന്നും സഹകരിക്കാൻ കഴിയുന്ന വിധത്തിൽ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുമെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഒരു സ്വകാര്യ പരിപാടിയിലെ ചോദ്യോത്തര വേളയിലാണ് S ജയശങ്കർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്ന ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ മുന്നറിയിപ്പിന് മറുപടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഓപ്പറേഷൻ സിന്ദൂരിൽ പരാജയമടഞ്ഞതോടെ തകർന്നടിഞ്ഞ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ഇന്ത്യ ശ്രമം നടത്തുകയാണെന്ന് സാമൂഹ്യ മാധ്യമം പോസ്റ്റിൽ ആസിഫ് ആരോപിച്ചു. 0-6 എന്ന സ്കോറിൽ ഇന്ത്യ തോറ്റെന്നും തെളിവുകൾ നൽകാതെ മന്ത്രി അവകാശപ്പെട്ടു. ഇനിയും യുദ്ധത്തിന് വന്നാൽ തകർന്നു വീഴുന്ന യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്ത്യ മൂടപ്പെടുമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ സേനാ കേന്ദ്രം സന്ദർശിക്കുമ്പോഴായിരുന്നു കരസേനാ മേധാവി പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത്. ഭീകരത അവസാനിപ്പിച്ചില്ല എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം പതിപ്പ് വൈകാതെ ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചിരുന്നു. റഷ്യയിൽ നിന്നും 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൂടി വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നു. ഈ ആഴ്ച ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. റഷ്യയും ഇന്ത്യയും സംയുക്തമായി S-400 നിർമ്മിക്കുന്നതും ചർച്ചയാകും. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 നിർണായക പങ്ക് വഹിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 5-ന് ഇന്ത്യയിലെത്തുന്നുണ്ട്. അതിനു മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2018-ലാണ് S-400 സംവിധാനം വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും റഷ്യയും ആദ്യം ഒപ്പുവെച്ചത്. 5 യൂണിറ്റുകൾക്ക് $500 കോടി നൽകിയത്. 5-ൽ 3 യൂണിറ്റുകൾ ഇതിനകം ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് US-ന്റെ ഉപരോധ ഭീഷണിക്ക് കാരണമായിരുന്നു. ഭീഷണി വകവയ്ക്കാതെയാണ് ഇന്ത്യ കരാറുമായി മുന്നോട്ട് പോയത്. നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും യൂറോപ്പിൽ നിർമ്മിച്ച AI പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുവാനും യൂറോപ്യൻ യൂണിയൻ ഇതിനുവേണ്ടി പുതിയ തന്ത്രം ആവിഷ്കരിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നുവെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. EU ടെക് മേധാവി ഹെന്ന വിർക്കുനൻ ഉടൻ ഇത് സംബന്ധിച്ച പദ്ധതി അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയും ചൈനയും സാങ്കേതികമായി ആശ്രയിക്കുന്നതിൽ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. തദ്ദേശീയ AI സാങ്കേതിക വിദ്യയുടെ വികസനവും ഉപയോഗവും ത്വരിതപ്പെടുത്തി സുരക്ഷാ പ്രതിരോധ ശേഷി വ്യാവസായിക മത്സരക്ഷമത എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് യൂറോപ്യൻ കമ്മീഷന്റെ പുതിയ AI സ്ട്രാറ്റജി.